നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത്. വിവാദ പരാമർശം വിടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ ആരംഭിച്ച പരാമർശം മധ്യപ്രദേശ് മൊറേനിയിലെ BJP റാലിയിലും അദ്ദേഹം ആവർത്തിച്ചു. കോൺഗ്രസ് നിങ്ങളുടെ സ്വത്തുക്കൾ സ്കാൻ ചെയ്ത് കണ്ടെത്തും, അത് രാജ്യത്തെ പ്രത്യേക വിഭാഗത്തിന് കൈമാറും. ഇതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. രാജസ്ഥാനിലെ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ച സാഹചര്യത്തിലാണ് മോദി ഈ പരാമർശം തുറന്നുകൊണ്ടേയിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ ആരംഭിച്ചതാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രചാരണം. പിന്നീട് അങ്ങോട്ട് ഓരോ റാലികളിലും ആവർത്തിച്ചത് ഇതേ കാര്യം. आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है. രാജ്യത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ പ്രചാരണം. നിങ്ങളുടെ സമ്പത്തുകളെല്ലാം കോൺഗ്രസ് സ്കാൻ ചെയ്ത് കണ്ടെത്തും. അത് നിങ്ങളുടെ അലമാരയിലോ അരിപ്പെട്ടിയിലോ എവിടെയാണെങ്കിലും അത് കണ്ടെത്തി പ്രത്യേക വിഭാഗത്തിന് നൽകും. ഇതായിരുന്നു ആ പ്രസംഗം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും OBCയിൽ ഉൾപ്പെടുത്തി. മറ്റു വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന സംവരണമാണ് പൂർണ്ണമായും എടുത്തുമാറ്റി മുസ്ലിം വിഭാഗത്തിന് നൽകിയത്. വോട്ട് ബാങ്ക് മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യം മുഴുവൻ ഇതേ സംവരണമാകും കോൺഗ്രസ് നടപ്പാക്കുകയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. धनी होंगे, व्यापारी होंगे, उद्योगपति होंगे, न्यायमूर्ति होंगे, कोई भी होंगे, बस सिर्फ वो मुसलमान होना चाहिए. अगर वो मुसलमान है तो उन्होंने रातों रात एक कागज निकालकर हस्ताक्षर करके उन सबको OBC घोषित कर दिया. ഒരാഴ്ചയായി വിവാദ പരാമർശം നടത്തുന്ന പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ട നടപടിയെടുത്തത് ഇന്നാണ്. പരാമർശത്തിൽ നരേന്ദ്രമോദിയോട് വിശദീകരണം തേടി. പ്രസ്താവനയ്ക്കെതിരെ 20,000-ലധികം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട്. നിരവധി പോലീസ് സ്റ്റേഷനുകളിലും പരാതികളുണ്ട്. നേരത്തെ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണം തേടിയത്. 29-ന് രാവിലെ 11 മണിക്ക് മുൻപായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വർഗീയ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ നൽകിയ പരാതിയിലാണ് നടപടി. ഇലക്ഷൻ ഡെസ്ക് 24.